ഹായ് ഓൾ അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണ്. ഇതിൽ നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ ബ്രസ്റ്റ് മിൽക്കൊക്കെ ഇൻക്രീസ് ചെയ്യാനുള്ള ടിപ്സ് കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ ഗാർലിക് പ്രോൺസ് റൈസ് അതുപോലത്തെ കുറച്ച് റെസിപ്പീസൊക്കെ ആയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെയും കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നോർമലി നമുക്ക് ഒരുപാട് റീസൺസ് ഉണ്ടാവും എന്തുകൊണ്ടാണ് ഈ ബ്രസ്റ്റ് മിൽക്ക് ഭയങ്കര കുറവാണെന്നൊക്കെ. പക്ഷെ നാച്ചുറലായിട്ട് നമുക്കത് ഇൻക്രീസ് ചെയ്യാനുള്ള കുറച്ച് സംഭവങ്ങളെന്നൊക്കെ പറയുമ്പോൾ തേങ്ങാപ്പാൽ, പിന്നെ അതുപോലെ ഗാർലിക്ക്, ഉലുവ, ഷാലറ്റ്സ് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ അങ്ങനത്തെ ഒരു റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. ഇത് വന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വലിയ ജീരകം, ചെറിയ ജീരകം, പിന്നെ ഈ കറുപ്പട്ടി എന്ന് പറയില്ലേ അതും, പിന്നെ ഉലുവയും വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് തിളയ്ക്കാൻ വിട്ടിട്ട് നമുക്ക് ഇതുപോലെ ആറിയിട്ട് കുടിക്കാം. ഇത് നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ടീ ആണ് കേട്ടോ. രാവിലെ നേരത്തെ നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിതേ നമ്മുടെ ബേബീനെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് എടുത്തിട്ട് വരുന്നുണ്ട്. എനിക്ക് വന്നിട്ട് ഇതുപോലെ ബേബി ജനിച്ച സമയത്തൊക്കെ 5ാമത്തെ പ്രസവമൊക്കെ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ബ്രസ്റ്റ് മിൽക്ക് കുറവുള്ളൊരു സമയം ഉണ്ടായിരുന്നു. നന്നായിട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും. പാലില്ലാത്ത സമയത്ത് ബേബീസ് ഇങ്ങനെ സക്ക് ചെയ്ത് കുടിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പെയിന് കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. ആ ഒരു സമയത്ത് ഡോക്ടേഴ്സ് പല എന്താ പറയുക, ഒന്നാമത്തെ നമുക്ക് സ്ട്രെസ്സും ഉണ്ടാവും, പിന്നെ അതുപോലെ വേറെ പല കാരണങ്ങളും ഉണ്ടാവും. ആ ഒരു സമയത്ത് പീഡിയാട്രിഷ്യൻ നമുക്ക് സജസ്റ്റ് ചെയ്തു കുട്ടിക്ക് ഫോർമുല മിൽക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമുക്ക് റെക്കമെൻഡ് ചെയ്തതാണ് അപ്തമിൽ ഗോൾഡ് യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതേ ഞാൻ ബോട്ടിൽസൊക്കെ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോ പ്രാവശ്യം നമ്മൾ പാലെടുക്കുന്ന സമയത്ത് ഇതുപോലെ ബോട്ടിൽസ് ഒന്ന് സ്റ്റെറിലൈസ് ചെയ്ത് എടുക്കാനായിട്ട് ഡോക്ടേഴ്സ് എപ്പോഴും പറയും. കാരണം അതിലൂടെയാണല്ലോ അണുബാധ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതേ ഞാൻ ഒരു 240 മില്ലിയോളം വെള്ളം എടുത്ത് ചൂടാക്കിയിട്ട് അതൊരു വാം വാട്ടർ ആക്കിയതിന് ശേഷം ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ അപ്തമിൽ ഗോൾഡിലെ അത് അതിൻ്റെ എത്രയാണോ നമുക്ക് ഇട്ട് കൊടുക്കുന്നത് ആ ഒരു ലെവലിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് കുലുക്കിയിട്ട് ബേബിക്ക് കുടിക്കാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ ഭയങ്കര ഇഷ്ടത്തോടെ കുടിക്കും. നമ്മളില്ലേ ഫോർമുല മിൽക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് നല്ല ബ്രാൻഡ് നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മക്കളുടെ പ്രതിരോധ ശേഷിയൊക്കെ നന്നായിട്ട് മെച്ചപ്പെടുത്തിയിട്ട്, അതേപോലെ അവർക്ക് ഇത് കൊടുക്കുന്ന സമയത്ത് ഒരു മലബന്ധമോ അങ്ങനെ ഒന്നും ഇല്ലാതെ അവരുടെ സ്റ്റൂൾസൊക്കെ ഭയങ്കര ഈസി ആയിട്ട് പോകുന്ന രീതിയിലുള്ള സംഭവങ്ങൾ വേണം കേട്ടോ നമ്മൾ കൊടുക്കാനും വേണ്ടിയിട്ട്. ചില ഉമ്മമാർക്കുണ്ടല്ലോ പ്രസവം കഴിഞ്ഞാലും ഈ സ്ട്രെസ്സൊക്കെ കാരണം കൊണ്ട് അവർക്ക് ഈ ബ്രസ്റ്റ് മിൽക്ക് ഭയങ്കര കുറവായിരിക്കും. ചിലർക്ക് തീരെ തന്നെ ഇല്ലാത്ത അവസ്ഥയൊക്കെ വരുന്ന സമയത്ത് മക്കൾക്ക് നമുക്ക് ആ സമയത്ത് ഒന്നും കൊടുക്കാതിരിക്കാനും പറ്റൂലല്ലോ. ആ സമയത്ത് നമുക്ക് ഈ ഫോർമുല മിൽക്ക് കൊടുക്കാം. അതിൽ വന്നിട്ട് DHA, ARA പോലെയുള്ള അയൺ, ഫോളിക് ആസിഡ് ഒക്കെ തന്നെ അടങ്ങിയത് കൊണ്ട് നമ്മുടെ മക്കളുടെ വളർച്ചയെ സഹായിക്കാനും അതേപോലെ അവർക്ക് പ്രതിരോധ ശേഷി കൂട്ടിയിട്ട് ഇമ്മ്യൂണിറ്റി കൂട്ടി അണുബാധ പോലെയുള്ളവ തടയാനും വേണ്ടിയിട്ട് നന്നായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഒരു സ്ട്രെസ്സൊക്കെ ഉള്ള സമയത്തുണ്ടല്ലോ നമ്മൾ ചിലപ്പോൾ എന്തെന്നെ കഴിച്ചാലും ഇപ്പോൾ വന്നിട്ട് ഗ്രീനി ലീഫൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യുന്നൊക്കെ പറയില്ല. പക്ഷെ ആ സമയത്ത് നമ്മൾ പ്രസവിച്ചെടുക്കുമ്പോൾ എല്ലാവരും ഓരോ സജഷൻസ് പറഞ്ഞിട്ട് ഓരോന്ന് നമ്മൾ കഴിച്ച് നോക്കിയാലും ചിലപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ആവേ ഇല്ല. നമുക്ക് അയ്യോ കുട്ടികളുടെ കൺസേൺ, അവർക്ക് പാൽ കൊടുക്കാതായി കഴിഞ്ഞാൽ എന്താവും, ഇങ്ങനെയുള്ള ഈ ചിന്തകളുണ്ടല്ലോ. ആദ്യം തന്നെ ആ ഒരു സ്ട്രെസ് ഒഴിവാക്കിയിട്ട് പാല് വരുമ്പോൾ നമുക്ക് സമാധാനത്തിൽ കൊടുക്കാം എന്ന് ചിന്തിച്ചിട്ട് ആ ഒരു 2-3 ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോർമുല മിൽക്ക് കൊടുത്തതുകൊണ്ട് കുട്ടികൾക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. നമ്മുടെ ആ ഒരു തെറ്റായ ധാരണകളൊക്കെ മാറ്റിയിട്ട്, കാരണം സിറ്റുവേഷൻ അനുസരിച്ച് വേണമല്ലോ നമ്മൾ പെരുമാറാനും വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ റിലാക്സ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പാല് വരാനും വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ദേ നമ്മുടെ ഹേസുക്കുട്ടൻ ഓരോന്ന് എടുത്ത് തരുന്നുണ്ട്. അതുണ്ടാക്കി തായോ ഇതുണ്ടാക്കി തായോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ബേബിക്ക് കൊടുത്ത അപ്തമിൽ ഗോൾഡ് വേണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. നമുക്കിപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ വാങ്ങാനായിട്ട് കിട്ടും. ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞ് ബേബീനെ ഉറക്കിയതിന് ശേഷം ഞാനിതേ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് ഞാൻ പറഞ്ഞല്ലോ ഗാർലിക്ക്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു റൈസ് ഉണ്ടാക്കാം. അത് വന്നിട്ട് കുട്ടികൾക്കും കൊടുക്കാം. ഞാൻ കുട്ടികൾക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ എരിവൊക്കെ കുറച്ചിട്ടാണ് കേട്ടോ, ഒരു ബേബി ഫുഡ് പോലെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ പാൽ കൊടുക്കുന്ന സമയത്തും നമുക്ക് ഈ മുളക് പൊടി പോലെയുള്ള സംഭവങ്ങൾ അധികം ഉപയോഗിക്കാതിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് വയറുവേദന പോലെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിന്ന്
ഗാർലിക് പ്രോൺസ് റൈസാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മുടെ ഹേസുക്കുട്ടൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അവനെ കൊണ്ട് ഞാൻ ഓരോ ഹെൽപ്പുകൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യിപ്പിക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ആൺകുട്ടികൾ വളർന്ന് വലുതായി കഴിഞ്ഞാൽ അവർക്കൊരു ചിന്ത വരും, ഇതൊക്കെ ലേഡീസ് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത്. അവർ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും അവരും കൂടെ പണിയെടുത്തിട്ട് വേണം ഫുഡ് കഴിക്കാൻ എന്നുള്ള ആ ഒരു തോന്നൽ നമ്മൾ വളർത്തിയെടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടികൾ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാനൊരു 5-6 ഗാർലിക്ക് എടുത്തിട്ട് ഒന്ന് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് പ്രോൺസ് ആണ് വേണ്ടത്. ചെമ്മീൻ കുറേ മുമ്പ് വാങ്ങി വെച്ചതാണ് കേട്ടോ, ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഇത് കഴുകാനായിട്ട് എടുക്കുന്നുണ്ട്. ഹേസുക്കുട്ടൻ വിചാരിച്ച് വേറെ എന്തോ സംഭവം എന്ന് പറഞ്ഞിട്ട് ഒന്ന് തൊടാൻ പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള വെജീസ് കാര്യങ്ങളൊക്കെ മീൻസ് കട്ട് ചെയ്യേണ്ടതൊക്കെ കട്ട് ചെയ്യുമ്പോഴേക്കും ഈ സംഭവം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെച്ച് ലൈറ്റ് ചൂടുള്ള വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഷാലറ്റ്സ്, അതായത് ചെറിയ ഉള്ളിയിൽ നമുക്ക് ശരീരത്തിന് ഭയങ്കര തണുപ്പാണ്. അപ്പോൾ അത് വന്നിട്ട് നമ്മുടെ അതുപോലെ പാലിൽ വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ നോക്കിയ സമയത്ത് നമ്മുടെ കയ്യിൽ ഷാലറ്റ്സ് ഉണ്ടായിരുന്നില്ല. സോ ഞാൻ വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ ഗാർലിക്കും നല്ല കുഞ്ഞതാക്കിയിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം കേട്ടോ. അതും പാല് വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻറ്റിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണെന്ന് വേണം പറയാൻ. പിന്നെ ഇതേ ഞാൻ പാൻ എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ എല്ലാം ഒന്ന് തണുപ്പൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു സംഭവം ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. സ്മെല്ല് വരും. പിന്നെ നമ്മുടെ ഹേസുക്കുട്ടനും കൂടെ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അടുത്ത് കൂടെ നിൽക്കുന്നുണ്ടായിരുന്നു. അത് മാത്രം തൊടാൻ പറ്റില്ല, കാരണം നമുക്ക് തന്നെയായിരിക്കും പണി. അപ്പോഴേക്കും ഞാൻ നമ്മുടെ ഉള്ളി തക്കാളി എല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പാൻ ഇതേ ഞാൻ നമ്മുടെ കറണ്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്താണ് അടുപ്പ് വാങ്ങാത്തതെന്ന് പറഞ്ഞിട്ട് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല കേട്ടോ. അതാണ്. പിന്നെ പാലുൽപ്പന്നങ്ങൾ നന്നായിട്ട് കഴിക്കുക, അതായത് ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ട്. ഞാൻ ബട്ടറാണ് ഇട്ട് കൊടുത്തത്. ബട്ടർ നമ്മുടെ പാലുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ, അപ്പോൾ ബട്ടറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ബട്ടർ ഇട്ട് കൊടുത്ത് മെൽറ്റ് ആയതിന് ശേഷം അതിലേക്ക് ഗാർലിക്ക് ചെറുതാക്കി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മുടെ ചെറിയുള്ളി നിങ്ങൾ ഇട്ടാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ വലിയ ഉള്ളിയാണ് കാണിക്കുന്നത്. പാലുണ്ടാകാൻ വേണ്ടിയിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ കൂടുതൽ നമ്മുടെ ഫുഡിൽ ചെറിയുള്ളി ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടിയും കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മുളക് പൊടിയോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. പിന്നെ അതിന് ശേഷം ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 തക്കാളിയോളാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ആകെ കുറച്ച് റൈസ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ആവശ്യത്തിന് കുറച്ച് പട്ട, ഗ്രാമ്പ്, ഗരം മസാല പൊടിയില്ല അത് കുറച്ച് ഇട്ട് കൊടുത്തു. പിന്നെ ഈ ബിരിയാണിയിൽ ഇടൂല ആ സംഭവങ്ങൾ, അത് മറന്നു ഇതാണ് കേട്ടോ ഫസ്റ്റ് ഇടാൻ. പിന്നെ ഇതേ കുറച്ച് പ്രോൺസ് വന്നിട്ട് ഞാനിങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇറങ്ങും കേട്ടോ. നമ്മളിങ്ങനെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ബാക്കിയുള്ളത് അതുപോലെ ഫുള്ളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഈ മസാലയിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം ഞാനിത് ഈ ഒരു പാത്രത്തിനാണ് അരി എടുത്തിട്ടുള്ളത്. ഫുള്ളാക്കിയിട്ട് ഇത് അളവിന് വേണ്ടിയിട്ട് ഈ പാത്രത്തിലാക്കി നോക്കിയതാണ്. കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ അരി ബാസ്മതി റൈസാണ് എടുക്കുന്നത്. ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. നമ്മൾ ഈ റാവുത്തർ ബിരിയാണിയൊക്കെ ഉണ്ടാക്കൂല അതുപോലെയാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മസാല ഒക്കെ ആക്കിയതിന് ശേഷം ബോയിൽ ചെയ്ത റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതിയാവും. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇനിയിപ്പോൾ അരിയിട്ടതിന് ശേഷം ഈ ഒരു പാത്രത്തിൽ ഒരു പാത്രം ഫുള്ള് വെള്ളവും പിന്നെ അതുപോലെ ഒരു 1/4 ഭാഗം വെള്ളവും, അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കണക്ക്. കറക്റ്റായിട്ട് വെന്ത് വരാനും വേണ്ടിയിട്ട് ഇങ്ങനെയാണ് കേട്ടോ റാവുത്തർ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഫുള്ളി വെള്ളത്തിലും ഈ ഇറച്ചീൻ്റെയും അല്ലെങ്കിൽ മീനിൻ്റെയും ആ ടേസ്റ്റ് ഉള്ളിൽ കിടന്നിട്ട് അരി അതിൽ തന്നെ വെന്ത് കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ഞാനിത് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഉപ്പ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക നമ്മൾ വെള്ളം ഒഴിക്കുന്നത് കൊണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഹേസുക്കുട്ടൻ ഇവിടെ എന്താ പറയുക വെണ്ണക്കള്ളൻ ബട്ടറൊക്കെ എടുത്ത് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് നമ്മൾ ബട്ടർ കഴിക്കാൻ കൊടുക്കുന്നത് അവരുടെ ബുദ്ധി വികാസത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. രാവിലെ എണീറ്റ ഉടനെ ഇങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഇതേ നമുക്ക് ഇതിൽ മെയിനായിട്ട് ഇനി പണികളൊന്നുമില്ല. മൂടി വെച്ച് അതിന് ശേഷം അതിൻ്റെ ഒരു ഹോൾ ഉണ്ടായിരുന്നു, അതിലേക്ക് ഞാനൊരു ഗ്രാമ്പു ഇട്ട് കൊടുത്തു, എയർ കൂടുതൽ പുറത്തു പോകാതിരിക്കാനും വേണ്ടിയിട്ട്. അതിന് ശേഷം ഞാനിവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി റെഡി ആവും കേട്ടോ. ആ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നതൊക്കെ.
അപ്പോൾ ദേ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വിളമ്പലാണ് നമ്മുടെ അടുത്ത പരിപാടി. എനിക്കും ബാക്കി ആരും ഇവിടെ ഇല്ല, എല്ലാവരും സ്കൂളിലേക്കൊക്കെ പോയിരിക്കുകയാണ്. സ്കൂളിലാണോ പോയത്? അല്ല, ആക്ച്വലി മറന്നുപോയി. കല്യാണം ഉണ്ടായിരുന്നു, ഒരു സൺഡേ ദിവസമാണ് കേട്ടോ ഞാനത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഒരു കല്യാണം ഉണ്ട്. അപ്പോൾ ഞാനും വേറെ ആരും പോയിട്ടില്ല, ആണുങ്ങളായിട്ട് ഒരാങ്ങളെ മാത്രം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാമിലിയിൽ അവിടെ നിന്ന് എല്ലാവരും ഒരു വണ്ടി പിടിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അത്തൊക്കെ ഉള്ള സമയത്ത് എല്ലാവരും ഒന്നിച്ച് പോകാനും വേണ്ടിയിട്ട് പറഞ്ഞു വെച്ചിരുന്നൊരു കല്യാണമായിരുന്നു. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇവിടെ വീട്ടിലിപ്പോൾ ഞാനും ഹെയ്സും ബേബി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മാത്രമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ബേബിക്കുള്ള ഇതേ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ മൂടി വെക്കാണ്, ബേബി ഉറങ്ങുകയാണല്ലോ. അവൾ എണീറ്റ് കഴിഞ്ഞാൽ അവൾക്ക് കൊടുക്കുമ്പോൾ അത്യാവശ്യം ആ ഒരു ചൂട് അങ്ങനെ നിൽക്കൂട്ടാ. പിന്നെ ഇതെന്താ ഇപ്പോൾ ഞാനിതിലാക്കാൻ പോകുന്നത്, മറന്നുപോയി. ജ്യൂസ്. കുറേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ട് എന്താ ഞാൻ അപ്പം ചെയ്തതെന്നുള്ളത് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല ചില സമയങ്ങളിൽ. അപ്പോൾ ഫുഡ് കഴിക്കാനും വേണ്ടിയിട്ട് നൊങ്കില്ലേ, പാലക്കാട് ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് നൊങ്ക് കിട്ടും കേട്ടോ. ഇംഗ്ലീഷിൽ അതിനെന്താ പറയുകയെന്ന് എനിക്ക് ഓർമ്മയില്ല, നിങ്ങൾ പറയണം. പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ബ്രസ്റ്റ് മിൽക്ക് ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന നല്ല നല്ല ടിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അത് ജസ്റ്റ് കമൻ്റ് ആയിട്ട് ഇടുക. അപ്പോൾ എനിക്കും അതിന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും. അതേപോലെ ആ കമൻസ് വായിക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും കണ്ടിട്ട് അതുപോലെ ചെയ്യാനും വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സ് എല്ലാവരും ഒന്ന് കമൻ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. പിന്നെ അപ്പോഴേക്കും നമ്മുടെ ബേബി എണീറ്റിട്ടുണ്ട്. അപ്പോൾ ബേബി ഞാൻ കൊടുത്ത് ഒരു വായൊക്കെ വാങ്ങി, പിന്നെ ആൾ ഭയങ്കര ഉഷാറാണ് കേട്ടോ. അവൾ തന്നെ കഴിച്ചോളാന്ന് മറ്റിൻ്റെ കൈയൊക്കെ ഇങ്ങനെ തട്ടി മാറ്റിയിട്ട് അപ്പോൾ അത്യാവശ്യം ചോറൊക്കെ ഇങ്ങനെ കയ്യിലെടുത്ത് കഴിക്കും. പക്ഷെ എന്താണ്, നമുക്ക് പിന്നെ ഫുള്ളായിട്ട് പണിയായിരിക്കും, അവിടെ മൊത്തം ആക്കി അലമ്പാക്കി വയ്ക്കും. പിന്നെ ബേബിക്ക് എന്തെങ്കിലും ജ്യൂസ് പോലെ എന്തെങ്കിലും ഇങ്ങനെ ബോട്ടിലാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. ജ്യൂസ് മീൻസ് നമ്മുടെ എന്താ പറയുക, ക്യാരറ്റ് വെറുതെ ഇങ്ങനെ അടിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഓറഞ്ച് ജസ്റ്റ് പിഴിഞ്ഞിട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ എനർജി കിട്ടും കേട്ടോ. ഈ കുട്ടികളെന്ന് പറയുമ്പോൾ നിൽക്കാതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കൂലേ, അതുകൊണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ടിപ്സ്, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് സംഭവങ്ങളൊക്കെയാണ് ഇടുക. ചെറിയ കുട്ടികളുള്ളവരും അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടെ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ കാണിച്ചു തരാം. പിന്നെ അടുത്തത് വന്നിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഇത് വന്നിട്ട് ആകെ ഈ ഒരു 2-3 സാധനം മാത്രം മതി. ഒരെണ്ണം വന്നിട്ട് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ലോട്ടസ് സീഡാണ്. നമുക്ക് കുട്ടികൾക്കാണെങ്കിലും ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്കാണെങ്കിലും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വെയിറ്റ് വേണ്ടാന്ന് ആഗ്രഹിക്കൂല, അങ്ങനെയുള്ളവർക്കൊക്കെ ഹെൽപ്പ് ആവുന്ന ഒരു സംഭവമാണ് ലോട്ടസ് സീഡ്, അതായത് താമരക്കുരു. ഇത് വന്നിട്ട് നട്ട്സൊക്കെ വെക്കുന്ന ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഞാനൊരു ചോക്ലേറ്റിൻ്റെ ബാറും കൂടെ വാങ്ങിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. വെയിറ്റ് വെക്കാതെ നമുക്ക് ബ്രസ്റ്റ് മിൽക്കൊക്കെ ഇൻക്രീസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സംഭവമാണ് കേട്ടോ ഈ ലോട്ടസ് സീഡ് എന്ന് പറയുന്നതും. അപ്പോൾ ഞാൻ ചോക്ലേറ്റ്സൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ഈ ഒരു പാത്രം വെച്ച സമയത്ത് അടുപ്പ് പറ്റിയില്ല, അടുപ്പിന് അവനെയും പറ്റിയില്ല. ഇൻഡക്ഷൻ കുക്കറിൽ വെക്കാൻ പറ്റിയ പാത്രമായിരുന്നില്ല. അപ്പോൾ വേറൊരു പാത്രം എടുത്ത് ഞാൻ എന്നിട്ട് അതിലേക്ക് ബട്ടർ ഇങ്ങനെ മെൽറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ 3 സാധനം മാത്രം മതി, ബട്ടറും ലോട്ടസ് സീഡും ചോക്ലേറ്റും മാത്രം മതി കേട്ടോ. ഇത് മക്കൾക്കും നമുക്ക് കൊടുക്കാൻ പറ്റും, അതുപോലെ നമുക്കും. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവർക്ക് നല്ല വിശപ്പുണ്ടാവും, എപ്പോൾ നോക്കിയാലും എന്ത് കഴിച്ചാലും തീരാത്തത്ര വിശപ്പുണ്ടാവും. പക്ഷെ നമ്മൾ കഴിച്ചുകൊണ്ടേ ഇരുന്ന് നമ്മൾ വെയിറ്റ് വെക്കുമോ എന്നുള്ള ഒരു സ്ട്രെസ്സും കൂടി നമുക്കുണ്ടാവും. ആ സ്ട്രെസ് കൊണ്ട് തന്നെ നമുക്ക് പാലും കുറയും. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഓരോ റീസൺ വരുന്നത്. അപ്പോൾ ഞാൻ ലോട്ടസ് സീഡ് ആ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബട്ടർ ചൂടായതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി ഇങ്ങനെ കൊടുക്കണം കേട്ടോ. കാരണം അത് ക്രിസ്പി ആവും. സംഭവം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് ക്രിസ്പി ആവുന്ന വരെ നമ്മളതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അത് നിങ്ങൾ കയ്യിൽ പൊട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിവിടെ വന്നിട്ട് ചൂടുവെള്ളത്തിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് ഇറക്കി വെച്ചതാണ്. അപ്പോൾ അത് അത്യാവശ്യം മെൽറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ലോട്ടസ് സീഡ് അത്യാവശ്യം മെല്ലെ ക്രിസ്പി ആയിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് എടുത്ത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി ഇളക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത്, ഇത് തികച്ചും ഓപ്ഷണലാണ്, വേണം നിർബന്ധമൊന്നുമില്ല. നട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. നട്ട്സ് വന്നിട്ട് അതുപോലെ നമ്മുടെ ബ്രസ്റ്റ് ഫീഡ് കുറച്ച് ക്വാളിറ്റിയുള്ള ഹെൽത്തി ആയിട്ടുള്ള മിൽക്ക് കിട്ടാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ ഞാനതിൽ അതുകൊണ്ട് നട്ട്സും കൂടെ ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അതിൽ പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് നമ്മുടെ ഈ ഒരു ചോക്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം, അപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഉമ്മമാർക്കോ അല്ലെങ്കിൽ ഗർഭിണികളായിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നവർക്ക് നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു 2-3 പേർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ വീഡിയോ.
പിന്നെ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്കും ചെയ്തേക്കണം കേട്ടോ. അതെൻ്റെ വീഡിയോയ്ക്ക് കുറച്ച് നല്ലതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഇതേ നമ്മൾ ഓരോ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ ഈ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. മടിയുള്ളവരാണ്, എന്നെപ്പോലെ മടിച്ചാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ട് എടുത്തു, പക്ഷേ എനിക്ക് ടൈമില്ല, ബേബി കരഞ്ഞു കഴിഞ്ഞാൽ ആകെ കുടുങ്ങൂല. അപ്പം ഞാൻ എന്ത് ചെയ്ത് എല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ട്രേയിലേക്ക് വെച്ച് കൊടുത്ത്. ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ? ഇപ്പോൾ മക്കൾക്ക് ഷോപ്പിൽ നിന്ന് മിഠായി വാങ്ങിച്ചു കൊടുക്കുക, അത് കഴിക്കുമ്പോൾ അവരുടെ വയറിനും അല്ലെങ്കിൽ ഒക്കത്തിനും ബുദ്ധിമുട്ടല്ലേ, ആ ഒരു ടെൻഷനൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇതുപോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു ബോട്ടിലോ എന്തെങ്കിലും ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തീരും. നിങ്ങളുടെ വീട്ടിലെങ്ങനെയാണെന്നുള്ളത് അറിയില്ല, പക്ഷെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്നാക്സ് കൊടുക്കുന്നതിനേക്കാളും കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കൊടുക്കുകയും ചെയ്യാം, നമുക്കും ഹെൽത്തി ആയിട്ടുള്ള കഴിക്കുകയും ചെയ്യാം. അതുപോലെ നമ്മുടെ മക്കൾക്ക് ഫീഡ് ചെയ്യുന്ന സമയത്ത് നല്ല പാലും കിട്ടും കേട്ടോ. ബാക്കി ഉണ്ടായിരുന്ന നട്ട്സ് ഞാൻ മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മക്കൾക്കത് കൊടുക്കാനും വേണ്ടിയിട്ട് പോവാണേ. ഇവിടെ 2 പേരുണ്ടല്ലോ, അപ്പോൾ 2 പേർക്ക് ഓരോ ബൗളിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈവനിങ് ടൈം അവരതിങ്ങനെ കഴിച്ചിട്ട് നല്ല ജോളി ആയിട്ട് ഇരുന്നോളും. അതായത് നമ്മളധികം ശല്യം ചെയ്യൂല എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഇഷ്ടപ്പെട്ടോ? ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടോ? ഇച്ചുമ്മ ഇവിടെ നോക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുത്തിട്ട് നമ്മൾ ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ടും വാഷ് ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെയല്ലേ, എല്ലാം ക്ലീനാക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോകുന്നത്. അമ്മാൻ്റെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഉണ്ടാക്കിയ സാധനം ബാലൻസ് ഉള്ളതും എടുത്തിട്ടാണ് കേട്ടോ പോവുക. കുറച്ച് ചോറ് പിന്നെ അതുപോലെ നമ്മുടെ സ്നാക്സും കൂടെ ബാലൻസ് ഉണ്ട്. ഇത് പറഞ്ഞപ്പോൾ ഇനിയും കുറേ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാല്ലാ ഞാൻ വരുന്ന വീഡിയോകളിലൊക്കെ ഇൻക്ലൂഡ് ആക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ഓരോന്ന് ട്രെയിൽ വെച്ചത് ജസ്റ്റ് ഫ്രിഡ്ജിലൊന്ന് വെച്ചെടുത്തപ്പോൾ നമ്മുടെ ചോക്ലേറ്റൊക്കെ ഒന്ന് നല്ല തിക്കായിട്ട് നല്ല അടിപൊളി ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ളത് നമ്മൾ ബോട്ടിലാക്കി വെച്ചാൽ മതി, നല്ല അടിപൊളിയായിരിക്കും കഴിക്കാനും വേണ്ടിയിട്ട്. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അത്രയും ഹെൽത്തിയും റിച്ച് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിതേ റെഡിയായി വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ വീട് നമ്മൾ എന്തിനാ അങ്ങോട്ട് പോണ? അമ്മക്ക് തുണക്കി അല്ലേ? വീഴണ്ട. അപ്പോൾ നമ്മളങ്ങനെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എത്തിയ സമയത്ത് അവിടെ ദിയക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ദിയക്കുട്ടിക്കൊക്കെ നമ്മുടെ പുതിയ സ്നാക്ക്, ഇതിൽ പല ടൈപ്പിൽ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇത് ആദ്യമായിട്ട് ഇന്നിങ്ങനെ ഉണ്ടാക്കി അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ശരി, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് ഇൻഷാല്ലാ. ബൈ ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.